സുഹൃത്തുക്കളെ, പല മത്സര പരീക്ഷകൾക്കും കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്, അതായത് ത്രികോണത്തിൻ്റെയോ ചതുരങ്ങളുടെയോ ചിത്രം തന്നിട്ട് അതിനകത്ത് ആകെ എത്ര ത്രികോണമുണ്ട് അല്ലെങ്കിൽ ആകെ എത്ര ചതുരങ്ങളുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഇൻ ദിസ് ഫിഗർ? ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? നമുക്കറിയാം, ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ കൗണ്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 1 2 3 4 5, പിന്നെ ഒരു വലിയ ട്രയാങ്കിൾ, ഏറ്റവും വലിയ, അങ്ങനെ 6 ട്രയാങ്കിൾസ് ആണെന്ന് നമുക്കറിയാം. 6 ട്രയാങ്കിൾസ്. പക്ഷെ ഇത് ഇത്രയും പ്രയാസമില്ലാതെ, ഇത്രയും കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, തെറ്റിപ്പോകാനും സാധ്യത ഉണ്ട്. എന്നാൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് ബുദ്ധിമുട്ടാതെ വളരെ എളുപ്പം ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. ഒന്നല്ല, 2 മാർഗങ്ങളുണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഇങ്ങനെയാണ്. ആദ്യം നമുക്ക് നമ്പർ ഓഫ് ബേസസ് എത്രയാണെന്ന് നോക്കണം. 1 2 3, 3 ബേസസ് ഉണ്ട്. ഇങ്ങനെ വരുന്നതിനാണ് ബേസസ് എന്ന് പറയുന്നത്. ഈ ബേസസിന്റെ എണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1 + 2 + 3 ഇങ്ങനെ എടുത്താൽ മതി. വളരെ വേഗം ഇതിന്റെ ആൻസർ കിട്ടും. 1 + 2 3, 3 + 3 6 ട്രയാങ്കിൾസ്. വളരെ എളുപ്പമല്ലേ? ഇനി സെക്കൻഡ് മെത്തേഡ് കൂടെ പറയാം. അതൊരു ഫോർമുലയാണ്. n × n + 1 / 2 എന്ന ഫോർമുല എടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബേസസ്. 1 2 3, 3 ബേസസ് ഉണ്ട്. അതുകൊണ്ട് 3 × 3 + 1 / 2. What is 3 × 3 + 1? 4. 3 × 4/2. What is 3 × 4? 12/2. That is equal to 6. Final answer is 6. ഈ 2 മെത്തേഡ് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.